പ്രിയമുള്ളവരെ നമസ്കാരം. ക്യാപ്റ്റൻ മില്ലർ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മേൽക്കോയ്മ നിലനിന്നിരുന്ന ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നടന്ന ഒരു കഥയാണ് ക്യാപ്റ്റൻ മില്ലർ. ജാതിയിൽ താഴ്ന്ന ഈസ എന്ന നായകൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു. അമ്മയെ നാട്ടുകാർ ആരോ കൊല്ലുകയും ചെയ്തു. ഒരു ചേട്ടനുള്ളത് സ്വാതന്ത്ര്യ സമര പോരാളികൾക്കൊപ്പം നിന്ന് ബ്രിട്ടീഷുകാരോട് പോരാടുകയാണ്. എന്നാൽ മറ്റൊന്നും തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ലാത്ത ഈസ ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കൂട്ടത്തിൽ ചേരാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ അതിൽ നിന്നും പിന്മാറണമെന്നും ഈസയോടും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകാൻ ഏട്ടൻ പറയുമ്പോൾ ഏട്ടനോട് ഈസ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യം ആർക്കാണ് കിട്ടുന്നത്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയാൽ പിന്നെ നമ്മളെ ഭരിക്കുന്നത് സവർണ ബ്രാഹ്മണർ ആണെന്നും ഇന്ന് നമ്മൾ പണിത അമ്പലത്തിൻ്റെ പരിസരത്ത് പോലും നമ്മൾക്ക് ചെല്ലാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ആർക്കാണ് ഏട്ടാ സ്വാതന്ത്ര്യം കിട്ടുക? ഈ ചോദ്യം കേട്ട ഏട്ടൻ ഒന്നും മിണ്ടാതെ തിരികെ പോകുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരുന്ന ധനുഷിൻ്റെ ആദ്യ കർത്തവ്യം സ്വാതന്ത്ര്യ സമരം ചെയ്യുന്ന തൻ്റെ നാട്ടുകാരായ പ്രിയപ്പെട്ടവരെ തന്നെ വെടിവെച്ച് കൊല്ലാനാണ് ബ്രിട്ടീഷ് പട്ടാള മേധാവി കൽപ്പിക്കുന്നത്. മറ്റൊരു മാർഗവുമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ തൻ്റെ നാട്ടുകാരെ വെടിവെച്ച് കൊല്ലുകയും അവരെ കൊന്നതിലുള്ള സങ്കടം ദേഷ്യമായി മാറുകയും അവിടെ വെച്ച് തന്നെ പട്ടാള മേധാവിയുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊല്ലുകയും ശേഷം തൻ്റെ നാട്ടുകാരിൽ ചിലരുടെ കൊള്ളസങ്കേതത്തിൽ ചേരുകയും ബ്രിട്ടീഷ് പട്ടാളത്തിനും നാട്ടുപ്രമാണികർക്കും ക്യാപ്റ്റൻ മില്ലർ എന്ന കഥാപാത്രം ഒരു തലവേദനയായി മാറുകയും ചെയ്യുകയാണ്. ആദ്യാവസാനം ത്രില്ലടിച്ച് കാണാൻ കഴിയുന്ന ഒരു മനോഹര സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. സ്റ്റോറി സ്ക്രിപ്റ്റ് സംവിധാനം അരുൺ മതേശ്വരൻ, DOP സിദ്ധാർത്ഥ് സുനി. DOP എന്ന് പറഞ്ഞാൽ പക്ക ക്ലാസിക്കാട്ടോ. സംഗീതം GV പ്രകാശ് കുമാർ. നല്ല ഡെപ്തുള്ള മ്യൂസിക്കാണ് ഈ സിനിമയ്ക്ക് വേണ്ടി GV പ്രകാശ് ചെയ്തു വച്ചിരിക്കുന്നത്. 50 കോടി രൂപ ബഡ്ജറ്റിൽ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സെന്തിൽ ത്യാഗരാജനും അരുൺ ത്യാഗരാജനുമാണ്. സാധാരണ തമിഴ് സിനിമയിലെ നായകൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു മാസ് സാധനമായിരിക്കും. എന്നാൽ ഈ സിനിമയിൽ നായകനായ ധനുഷിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയ, ധനുഷാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു എൻട്രി, ഒരു ക്ലാസ് ടൈപ്പ് എൻട്രി. ധനുഷിനെ കൂടാതെ ശിവരാജ് കുമാർ, ജോൺ കൊക്കൻ, ജയപ്രകാശ്, സുദീപ് കിഷൻ, വിനോദ് കിഷൻ, എഡ്വേർഡ് സൊന്നൻബ്ലിക്, കാളി വെങ്കട്ട്, ഇളങ്കോ കുമരവേൽ, പ്രിയങ്ക മോഹൻ, നിവേദിത സതീഷ് തുടങ്ങി ഒട്ടനവധി പ്രഗത്ഭ താരങ്ങളും ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. 4 എപ്പിസോഡ്സായിട്ടാണ് ഈ സിനിമ കാണാനാവുക. ഫയറിംഗ് സീനൊക്കെ പക്ക ഒറിജിനലിനെ വെല്ലുന്ന ആക്ഷനും ഒപ്പം മ്യൂസിക് സ്കോറിങ്ങും. തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾ, സവർണരും അവർണരും തമ്മിലുള്ള വെറുപ്പിൻ്റെ കച്ചവടങ്ങൾ നല്ല രീതിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.